തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്രൈസ്തവ സഭാ നേതൃത്വവും CPM-ഉം പരസ്യയുദ്ധത്തിലേക്ക്. സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനെതിരെ സഭാ നേതൃത്വം വാർത്താക്കുറിപ്പ് ഇറക്കിയതോടെ ഭിന്നത രൂക്ഷമായി. M.V. ഗോവിന്ദസ്വാമിയെ പോലെ പെരുമാറരുതെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. എന്തായാലും അത് അത്രയും കടക്കണ്ടായിരുന്നു ഫാദറെ, കുറച്ച് കടന്നുപോയി. മൈക്ക് കാണുമ്പോൾ, മുമ്പിൽ കുറച്ച് ജനങ്ങളെ കാണുമ്പോൾ നിലവിട്ട് സംസാരിക്കരുത്. അഭിനയ പാമ്പ്ളാനി പിതാവിനെ എന്ത് കാരണത്താലാണ് ഇവർ വിമർശിക്കുന്നത്? ശ്രീ രാജീവ് ചന്ദ്രശേഖരനും അമിത് ഷായ്ക്കൊക്കെ നന്ദി പറഞ്ഞതിലാണോ? അതിലെന്താണ് തെറ്റിരിക്കുന്നത്? അഭിനയ പിതാവ് തന്നെ എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട്. ഈ ബഹുമാനപ്പെട്ട സന്യാസിനിമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സഹായത്തിന് എല്ലാവരോടും അഭ്യർത്ഥിച്ചിരുന്നു. സഹായിച്ചവരെ നന്ദിയോടെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അവിടെ പാർട്ടിയൊന്നുമല്ല ഞങ്ങൾ നോക്കുന്നത്. അതേ പിതാവ് പറഞ്ഞിട്ടുള്ളൂ. അതിന് പിതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം തത്സമയം ശരിയാണ്. ദീപക്, അദ്ദേഹത്തിൻ്റെ ഉപമ ഇത്തിരി കടന്നുപോയി നമ്മൾ മനസ്സിലാക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇത്ര പ്രകോപനപരമായ ഒരു ഉപമ അദ്ദേഹം നടത്തിയത്? SKN ഒരു പക്ഷേ അത് ഒരു അതിര് കടന്നതാണ് എന്ന് പറയേണ്ടി വരും. SKN പറഞ്ഞ പോലെ അത്രയൊക്കെ പറയേണ്ടതുണ്ടോ? കാരണം പാമ്പ്ളാനി പിതാവിനെ ആദ്യം DYFIയുടെ വിമർശനമാണ് വരുന്നത്. DYFI സംസ്ഥാന സെക്രട്ടറി സനോജാണ്. അതിനുശേഷമാണ് ഗോവിന്ദമാഷ് പറയുന്നത് പാമ്പ്ളാനി ഒരു അവസരവാദിയാകുന്നു. അതായത് ഈ കന്യാസ്ത്രീമാരെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തത് ആരാണ് എന്നുള്ളത് കൃത്യമായി അറിയാം. സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായാണ് എന്ന് പറയുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ജയിലിൽ നിന്നും മോചിതരായപ്പോൾ ഈ നന്ദി പറയൽ അമിത്ഷയ്ക്കും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനും നന്ദി പറഞ്ഞതിനെയാണ് ഗോവിന്ദ മാസ്റ്റർ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. പക്ഷേ എന്നാൽ അത് കഴിഞ്ഞ് ഇന്നലെ വാർത്താക്കുറിപ്പ് വരുന്നു. വാർത്താക്കുറിപ്പിൽ അതിരൂക്ഷമായി AK സെൻറ്റർ എന്നുള്ള തിട്ടൂരം വാങ്ങി പ്രസ്താവന നടത്താൻ പറ്റില്ല, അത്തരം ഫാസിസ്റ്റ് നിലപാട് M.V. ഗോവിന്ദ മാസ്റ്റർ അവസാനിപ്പിക്കണമെന്ന് സഭയുടെ ഔദ്യോഗികമായി PROയുടെ പ്രസ്താവന വരികയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇന്ന് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ സഭ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആഗോള പ്രസിഡന്റ് വളരെ അതിരൂക്ഷമായ രീതിയിൽ M.V. ഗോവിന്ദൻ മാസ്റ്ററെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തുന്നത്. SKN നേരത്തെയും നമ്മൾ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നേരത്തെയും താമരശ്ശേരി ബിഷപ്പിനെതിരെ അതിരൂക്ഷമായ വിമർശനം അന്നത്തെ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നടത്തിയിരുന്നു. അതുപോലെ സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പാമ്പ്ളാനി പിതാവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു. അതായത് ആർച്ച് ബിഷപ്പ് പാമ്പ്ളാനിയുടെ കാര്യത്തിലും അതേ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ഇത്തരത്തിലുള്ള ഒരു വിവാദം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് CPIM-നകത്ത്. കാരണം പ്രാദേശികമായി സഭയെടുക്കുന്ന നിലപാട് ഇടതുമുന്നണിക്ക് തിരിച്ചടിയാകുമോ എന്നുള്ള ചർച്ചയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ നിലപാടിൽ നിന്നും ഒട്ടും പുറകോട്ട് പോകാൻ CPIM തയ്യാറല്ല, സഭയും തയ്യാറല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.